ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന് സൈക്കാട്രിസ്റ്റ് എൽസി ഉമ്മനം നമുക്കൊപ്പം ചേരുന്നു. ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഈ റാഗിങ്ങിന് വിധേയരാക്കപ്പെടുന്നവരും അടുത്ത വർഷങ്ങളിൽ ഇതിന് നേതൃത്വം നൽകുക, കൂടുതൽ ക്രൂരമായ മുറകളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം, ഇത് ഏത് തരത്തിലാണ് ഇത് അഭിസംബോധന ചെയ്യപ്പെടുക? പ്രത്യേകിച്ച് കോളേജ് അധികൃതരടക്കം ഇതിനകത്ത് ഒരു നിലപാടും വ്യക്തമാക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു ബുള്ളിങ്ങിന്റെ ഭാഗം തന്നെയാണ്. അതായത് ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് റാഗിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ്, അതായത് 20 വർഷം 25 വർഷം മുൻപ് എല്ലാ കലാലയങ്ങളിലും അല്ലെങ്കിൽ പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സസിലും കോളേജസിലും ഇത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് നിയമ വഴി അല്ലെങ്കിൽ ആ സംവിധാനം വഴി അതിനെ പിടിച്ചു കെട്ടിയ ഒരു അവസ്ഥയും കൂടെ ആയിരുന്നു. അത് വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. അതിപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും കോളേജസിലാണെന്നുണ്ടെങ്കിലും വീണ്ടും അത് തലപൊക്കിയിട്ടുണ്ട്. ഇത് ഒരിക്കലൊരു ഇരയായവര് അവരുടെ മനസ്സിൽ അതൊരു റിവെഞ്ച് ആയിട്ട് പകയായിട്ട് വരുന്നു. അതായത് ഞങ്ങളിത് നേരിട്ടതാണ്, അപ്പോൾ അടുത്ത ബാച്ച് വരുമ്പോൾ അതിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിലും അതിനെക്കാട്ടിലും ഇരട്ടിക്ക് ഒരു ഡോസ് കൊടുക്കത്തക്ക രീതിയിൽ ആ തരത്തിലാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അത് തന്നെയല്ല, ചിലർ പലപ്പോഴും ഈ പിയർ പ്രഷർ കാരണം ഇപ്പോൾ അവർക്ക് തന്നെ ആ കൂട്ടത്തിൽ പോകാൻ മടിയുണ്ടെങ്കിലും ഒപ്പം നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കൂടെ ഉള്ളവരുടെ ഒരു സമ്മർദ്ദം കാരണം പെട്ടുപോകുന്നവരുമുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മേൽക്കോയ്മ, അതുപോലെ തന്നെ ഒരു ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകുക, ഒരു ശ്രേണി, അതായത് സീനിയർ ജൂനിയർ എന്നുള്ള നിലയിൽ ഒരു ശ്രേണി രൂപപ്പെടുത്തി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിനും അവരുടെ കീഴിൽ എല്ലാവരും പൊയ്ക്കൊള്ളണം, അല്ലെങ്കിൽ അവരുടെ നയപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കിയുള്ളവരും പ്രവർത്തിച്ചോളണം എന്നുള്ള ഒരു ഫീലിംഗിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഇതൊരു ആചാരമായിട്ട് വർഷങ്ങളായിട്ട് മിക്ക കോളേജസിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന ആചാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് വീണ്ടും അത് തലപൊക്കിയത് തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് അങ്ങനെ വരാനുള്ള കാരണം തീർച്ചയായിട്ടും സ്വഭാവ രൂപീകരണത്തിൽ വരുന്ന നമ്മുടെ പുതിയ തലമുറയുടെ മാറ്റം തന്നെയാണ്. കാരണം നിയമത്തിനെതിരായിട്ട് പോകാണ്. ഇത് റാഗിങ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ള നിയമം ഇരിക്കെ അതിനെ ലംഘിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ ആ വളർച്ചയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിൽ വന്നിട്ടുള്ള പാളിച്ച തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് തന്നെയല്ല, ഈ കുട്ടികൾക്ക് ഇപ്പം ഒരു ഡൈവേഴ്സിറ്റിയെ അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള ഒരു പ്രാപ്തിയില്ലായ്മ ഇത് കാണിക്കുന്നു. ഉദാഹരണത്തിന് പണ്ട് കാലങ്ങളിലൊക്കെ റാഗിങ് നടന്നപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളെ റാഗ് ചെയ്യുക, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻസിനെ നോർത്ത് ഇന്ത്യൻസ് റാഗ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയന്റെ ബേസിസിലോ ജാതിയുടെ ബേസിസിലോ അല്ലെങ്കിൽ ഭാഷയുടെ ബേസിസിലോ ഒക്കെയും അതിനെ അടിസ്ഥാനപ്പെടുത്തി റാഗ് ചെയ്യുക, ഇതൊക്കെയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെയും ഒരു പരിധിവരെ തുടച്ച് നീക്കിയെടുത്ത് വീണ്ടും അത് തലപൊക്കുന്നതിന്റെ അർത്ഥം വീണ്ടും ഇത്തരം ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ സമനായ ഒരു മനുഷ്യനാണ്, ജൂനിയർ ആണെങ്കിലും സീനിയർ ആണെങ്കിലും ഒരു ഇയറിന്റെ വ്യത്യാസമോ 2 ഇയേഴ്സിന്റെ വ്യത്യാസമോ ഉള്ളൂ, അവനും എന്നെ പോലെ സമനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് അംഗീകരിക്കാൻ ഉള്ള ഒരു പ്രാപ്തിയില്ലായ്മ, അല്ലെങ്കിൽ അവനിൽ ചില വേർതിരിവ് ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. അത് ജാതിയുടെ പേരിലായിരിക്കാം, മതത്തിന്റെ പേരിലായിരിക്കാം, ഭാഷയുടെ പേരിലായിരിക്കാം. അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇതിനകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും വളരെയേറെയാണ്. കാരണം ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പോയിന്റ്സ് അല്ലെങ്കിൽ ഇത്തരം ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് സാധാരണഗതിയിൽ റാഗിങ്ങിന് അവര് ഒരു ക്രൈറ്റീരിയ ഇടുന്നത് തന്നെ. അപ്പൊ സംഘടിതമായി ഒരു പക്ഷെ ഒരു പർട്ടിക്കുലർ ഒരു കുട്ടിയെ തന്നെ അല്ലെങ്കിൽ ചില കുട്ടികളെ തന്നെ ടാർഗറ്റ് ചെയ്ത് പോകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാവും. അത് തന്നെ ആരെങ്കിലും ഒന്ന് എതിർത്താൽ പോലും അതിനെ നിശബ്ദമാക്കുക എന്നുള്ളത് ഈ കുട്ടികളുടെ ഈ മനോവ്യഥ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പീഡനങ്ങൾ ഏൽക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും അതും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അത് മറ്റൊരു വ്യക്തി, നമ്മുടെ സമപ്രായനായ അല്ലെങ്കിൽ സമനായ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കരയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് വീണ്ടും അവരെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണയുടെ ഒരു ഘടകമായിട്ടും മാറുന്നു. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കലാലയത്തിൽ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ അങ്ങേയറ്റം അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പരിഷ്കൃതമായിട്ട് ഓരോ വർഷവും തീരേണ്ട ഒരു കാലഘട്ടത്തിൽ വീണ്ടും അപരിഷ്കൃതരായിട്ട് ഒരു 20 വർഷത്തേക്ക് പുറമോട്ട് നമ്മുടെ സമൂഹം പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നന്ദി. ഡോക്ടർ എൽസി ഉമ്മനാണ് പ്രതികരിച്ചത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്. കോളേജ് ഹോസ്റ്റലിൽ കോട്ടയം റാഗിങ്ങിന്റെ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങളിൽ കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ, കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തുന്നു, മുറിവിലും കാലിലുമെല്ലാം ലോഷൻ ഒഴിക്കുന്നു, അലറി വിളിച്ച് കരയുമ്പോഴും വിടാതെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്ത്.